നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം എന്തോ ഒരു കാര്യത്തിന് അടിമപ്പെട്ടിരിക്കുന്ന, ഏതോ ഒരു മോശം സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഏതെങ്കിലും വ്യക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കാമുള്ളത്. അവർ പുറമേ നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുമെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളെ മാനസികമായിട്ട് ചൂഷണം ചെയ്യുകയായിരിക്കാം. അവർ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയായിരിക്കാം. ഇവിടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ തുടരാനായിട്ട് പറ്റില്ല. ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലതൊന്നും കിട്ടില്ല എന്ന് അറിയാമെങ്കിൽ പോലും ആ ഒരു ബന്ധത്തെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് വേറെ ആരുമില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയമായിരിക്കാം ആ ഒരു മോശം ബന്ധത്തിൽ തുടരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില മോശം സാഹചര്യത്തിൽ തുടരേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളിൽ പലർക്കും ഉള്ളത്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മോശം ശീലങ്ങൾക്ക് നിങ്ങളിൽ പലരും അടിമപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഇവിടെ അത്തരം ശീലങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതശൈലി മുന്നോട്ട് വയ്ക്കാനായിട്ട് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കാമുള്ളത്. കൂടാതെ നിങ്ങളിൽ പലരും നിങ്ങളുടെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ പിടിയിലായിരിക്കാമുള്ളത്. അതായത് പുറത്തുനിന്നുള്ള ഒരു ശത്രുവിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ തന്നെയായിരിക്കാം നിങ്ങളെ ഇപ്പോൾ മോശമായിട്ട് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത രീതിയിൽ ചില മോശം എനർജികൾ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്നത് എന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള സമയമാണ് ഇപ്പോഴുള്ളതെന്നാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയും മോശം ചിന്തകളെയും മോശം ആളുകളെയുമൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കാനായിട്ട്, വിട്ടുകളയാനായിട്ട് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് കടക്കാനായിട്ട് സാധിക്കില്ലെന്നായിരിക്കാം. പക്ഷേ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ നിമിഷം തന്നെ ആ ഒരു നെഗറ്റീവ് എനർജിയെ പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുമെന്ന്. ഇവിടെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളിലെ ആത്മവിശ്വാസവും വിവേകവും നിങ്ങൾ തിരിച്ചു പിടിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇരുണ്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ടെന്നും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുമാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള തർക്കങ്ങളും മത്സരങ്ങളും സംഘർഷങ്ങളും അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ ഒക്കെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒന്നിലും ഇടപെടാതിരിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളുടെ സംസാരത്തെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക, ക്ഷമയോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഏതൊരു വലിയ മത്സരമോ സംഘർഷമോ ഒക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ നിങ്ങളിൽ ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ
അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പായിട്ട് കാണുന്നത്, നിങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലുമൊക്കെ ഈ ഒരു സമയം അതീവ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ പലരുടെയും മുന്നിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളും വഴികളുമൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടായിരിക്കാം. അതിൽ പലതിലും നിങ്ങൾക്ക് വളരെയധികം ആകർഷണം തോന്നിയിട്ടുണ്ടാവാം. അതിനെക്കുറിച്ചുള്ള ധാരാളം ചിന്തകളും സ്വപ്നങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, അത്തരം അവസരങ്ങളെല്ലാം യഥാർത്ഥമാവണമെന്നില്ല. ചിലതൊക്കെ നിങ്ങളെ ചതിക്കാനും വഴിതെറ്റിക്കാനുമൊക്കെ ആയിരിക്കാം. അതായത് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാതെ, അത്തരം അവസരങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് സ്വപ്നം കണ്ട് ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയാതെ, മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ വീണു പോവാതെ, നിങ്ങളുടെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി വിവേകത്തോടെ ചിന്തിച്ചാൽ അവിടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അവസരം ഏതാണെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിലെ പഴയകാല സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവസാനിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായ ഒരു മോചനം ലഭിക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾ തകർന്ന് കിടക്കുന്നിടത്ത് നിന്നും കൂടുതൽ ശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു കാര്യത്തിൻ്റെയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു വിവേകവും ദീർഘവീക്ഷണവും ഈ ഒരു സമയം നിങ്ങൾക്ക് കൈവരുന്നതാണ്. നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലം ഈ ഒരു സമയം അനുഗ്രഹങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.